ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ എന്റെ നമ്പർ തപ്പിയെടുത്ത് എന്നെ വിളിക്കുകയും ദേശീയ മാധ്യമങ്ങളിൽ പലരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. അവിടെ മദ്രസയിൽ പഠിച്ച വിദ്യാർത്ഥികൾ നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കാവലിരുന്നതും കാണണം. തീർച്ചയായും ഇസ്ലാമിസ്റ്റ് തീവ്രവാദമുണ്ട്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ അതിനെ ഇസ്ലാമിക് അവിടുത്തെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളിൽ നിന്ന്. ഇതുപോലുള്ള കുറെ അമൂൽ ബേബികളുണ്ട്. ഈ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ആകെ വിഷമാണ്. അത് നമ്മൾ ഇനി അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അമൂൽ ബേബികളായിട്ടുള്ള ഇതേപോലെ പിടുക്ക് വരയ്ക്കുന്ന കുറേ സ്നോ ഫ്ലേക്സ്. ഹിന്ദു തീവ്രവാദം എന്ന് പറയുന്നവർക്ക് ബുദ്ധിമുട്ടില്ല. ഹിന്ദു കിതാബുകളിലുള്ള ഏതെങ്കിലും നന്മയെക്കുറിച്ച് പറഞ്ഞാൽ പറയും അങ്ങനെയല്ല, അതിനകത്ത് മോശം പറഞ്ഞ സാധനങ്ങൾ വേറെയുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയണം. ഇസ്ലാമിലും നന്മയുണ്ട്, തിന്മയുണ്ട്. ഇസ്ലാമിലെയും തിന്മയായിട്ടുള്ള കാര്യങ്ങളെ അത് തിന്മയാണെന്ന് പറയാൻ മുസ്ലിമിന് സാധിക്കണം എന്നുണ്ടെങ്കിൽ അത് തിന്മയായിട്ട് പുറത്ത് കടക്കുമ്പോൾ ഇത് ഇസ്ലാമിലെ തിന്മയാണ് കേട്ടോ എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്താൽ പൊങ്ങാത്ത പണിക്ക് നിൽക്കരുത്. ഇതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ രാഹുലിനെ പോലെയുള്ള ആളുകൾ, ഈ സ്നോ ഫ്ലേക്സ്, ഇതുപോലെയുള്ള ഈ കിടുക്കാമണികൾ അല്ലെങ്കിൽ ഈ അമൂൽ ബേബികൾ, ഇവരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കും. എന്നാൽ ഹിന്ദു മതത്തിനെ പറയാനൊന്നും, ഹിന്ദു മതമല്ല വേറെ ഏത് മതമായിക്കട്ടെ, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു വൈറ്റ് ഗിൽറ്റ് കൊണ്ട് നടക്കുന്ന ആളുകളാണ്. നമ്മൾ വൈറ്റ് ഗിൽറ്റ് എന്ന് പറയുന്ന മാതിരി ഒരു ഹിന്ദു ഗിൽറ്റ് അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണിക്കൽ ഗിൽറ്റ് കൊണ്ട് നടക്കുന്ന കുറേ ടീംസ് ഉണ്ട്. അവരിൽ പെട്ടിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ ഈ കുഴപ്പം കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സാധനം കൂടുതൽ പറഞ്ഞാൽ മതി, ബാക്കിയുള്ളതൊന്നും പറയണ്ട എന്നുള്ളൊരു ലൈനാണ്. നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. ഞാനിപ്പോൾ ഇതിനകത്ത് ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ ഇതിനോടുള്ള ഏതെങ്കിലും ഒരു വിദ്വേഷത്തിൻ്റെ പുറത്തോ അതൊന്നുമല്ല പറയുന്നത്. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഇന്ന് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ അതിനെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്പർ 1 ടെററിസമാണ്. ആ ടെററിസത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ടെററിസ്റ്റ് ആശയം എന്ന് പറയുന്നത് അത് ഇസ്ലാമാണ്. ആ ഇസ്ലാമിനെയാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അതിന് ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് തെളിവുകൾ കാണാം. ഇനി മറ്റേതെങ്കിലും ഇൻഡെക്സുകൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് തെളിവുകൾ കാണാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് അത് നമ്മളുടെ നാട്ടിൽ കാണുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരുന്നു. അതിൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അച്ചട്ടാവുന്നത് അല്ലെങ്കിൽ അത് അതേപോലെ നടപ്പിലാക്കുന്നത് കാണുമ്പോൾ നമുക്കതിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വരും. അതേ ഇവിടെ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നു, ഇതുപോലെയുള്ള കുറേ ഈ സ്നോ ഫ്ലേക്സ് ടീംസ്, അവരെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഏതായാലും നമുക്ക് ഇനിയിപ്പോൾ ഒരു ലൈവിനുള്ള ബാല്യം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ കോളിംഗ് പരിപാടി തന്നെ ചെയ്ത് കളയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ തീവ്രവാദത്തിൽ മതമുണ്ടോ എന്നൊരു ചോദ്യം അത് ഞാനിവിടെ വെക്കുകയാണ്. മതമുണ്ട് എന്ന് പറയുന്ന ആളുകൾ, മതമില്ല എന്ന് പറയുന്ന ആളുകൾ കടന്നു വരാം. രാഹുൽ ഈശ്വറിന് കടന്നു വരാം, അതുമല്ലെങ്കിൽ ഇനി ഇതുപോലുള്ള ഏത് അമൂൽ ബേബിമാർക്കും കടന്നു വരാം. ഓക്കെ, രാഹുൽ ഈശ്വർ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ നമ്പറിലേക്ക് വിളിച്ച് അങ്ങോട്ടേക്ക് കടന്നു വരണം എന്നാണ് ഞാൻ പറയാം. കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, പറയൂ. ഞാൻ ഈ ലൈവ് കണ്ടപ്പോ ഇപ്പം ആരിഫ് ചോദിച്ച ചോദ്യമില്ലേ, ഇതില് ഇസ്ലാം തീവ്രവാദമാണ് ഇതിനകത്ത് ഉള്ളതെന്നുള്ളത് ബുദ്ധിയും വിവരമുള്ളവർക്കെല്ലാം അറിയാം. ഇവിടുത്തെ നോർമലായിട്ട് ചിന്തിക്കുന്ന ജനങ്ങൾക്കറിയാം. ഈ അവിടെ ഇരിക്കുന്ന രാഷ്ട്രീയക്കാരും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പെയിന്റ് അടിച്ചു പോകുന്നവർക്കൊക്കെ അവർക്ക് പേടി കാണും. അവരെങ്ങനെ പറയാം. അതിപ്പം ആരിഫിനെ ഫോളോ ചെയ്യുന്നവരും പല ഇച്ചിരി ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും ഇതെന്താ അവിടെ സംഭവിക്കുന്നത്. പിന്നെ ഇന്ന് ആരിഫ് ഒരു കാര്യം അറിഞ്ഞിരുന്നു. മറ്റേ മറുനാടനെ വാർത്ത ചെയ്തായിരുന്നു. ആ മരിച്ച 26 പേര് 15 പേര് മുസ്ലിങ്ങളാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയൊക്കെ. അപ്പൊ ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാരും പാകിസ്ഥാനിലെ കൂറുള്ളവരുള്ളതുകൊണ്ടല്ലേ ഇങ്ങനൊക്കെ ഈ പരിപാടിയൊക്കെ ഇവിടെ ഇറക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ആ പരിപ്പൊക്കെ എടുത്ത് ആരിഫ് പറയുന്ന പോലെ അങ്ങ് ഇവിടെ വേഗത്തില്ല. അതുകൊണ്ട് ഈ വലിയ ഈ വെളുപ്പീരുമായിട്ട് ഇങ്ങനെ ചാനലിൽ വന്ന് ഇങ്ങനെ കോൺഗ്രസ്സുകാരെ പിന്നെ പറഞ്ഞിട്ടില്ല, അവരുടെ ഏകദേശം തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം ഈ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിന്റെ ഒരു MP പോലും ഇനി ഇവിടെയുള്ള ആൾക്കാരും തെരഞ്ഞെടുത്ത് അവരെ അങ്ങോട്ട് വിടുപോലും ചെയ്തത്. അതാ പറയാനുള്ളത്. ജനങ്ങൾ തീരുമാനിക്കണം, അതാ വേണ്ടത്. ഇവിടെ ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് സമപ്പ് ചെയ്യാം, നിങ്ങൾ കോള് കട്ട് ചെയ്യണമെന്നില്ല. ഇതിലെങ്ങനെയാണ് ഈ മതം വരുന്നതെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? ഇവിടെ കണ്ടത് തുണി പൊക്കി നോക്കിയിട്ട് തല വെട്ടുന്നു. ഇത് കാണുമ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഇത് അവിടെ ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയിലൊരു കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മളെ മേജർ റിവ്യൂ ഒക്കെ ഇരുന്നത് പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടു. ഹിന്ദു ഡിവൈഡ് ഉണ്ടാക്കുക എന്നുള്ളത്, ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഹിന്ദുവിൻ്റെ ഉള്ളിലും മുസ്ലിമിൻ്റെ ഉള്ളിലും ഒരേപോലെ അല്ലെങ്കിൽ ഏകദേശം സമമായിട്ട് ആ ഒരു വൈര്യം ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മുസ്ലിമിൻ്റെ ഇടയിലും ഹിന്ദുവിൻ്റെ ഇടയിലും പരസ്പരം ഒരേപോലെ ഒരു വൈര്യം ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ ഒരു വോളിയം സിമിലറായിട്ട്? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞ ചിന്തിക്കുന്നവർക്ക് അറിയാമല്ലോ. അത് നിങ്ങൾക്ക് സാധിക്കും തോന്നുന്നുണ്ടോ?
ഇല്ല, അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഇച്ചിരി വിദ്യാഭ്യാസവും നമ്മളൊരു ഈ ലോകം കണ്ട് മുമ്പോട്ട് പോകുന്ന ആൾക്കാർക്ക് കുറച്ചൊക്കെ ചിന്തിക്കാമല്ലോ. അതുകൊണ്ടാണല്ലോ ആ കാശ്മീരിലെ അവിടുത്തെ ആൾക്കാര് അവരുടെ ഞാൻ പറയാം, ഓക്കെ, നമ്മൾ വളച്ചുകെട്ടില്ലാതെ പറയാം. ഞാൻ പറയുന്നത് സാധിക്കില്ല, പച്ചയ്ക്ക് സാധിക്കില്ല. കാരണം ഞാനത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരിലുള്ള അവരുടെ ആൾക്കാർ എന്തില്ലേ, അവർക്ക് ആകെ അവരുടെ ജീവിതോപാധി പോയി. ഇനി എന്നാണ് അവിടെ ഒരു ഇത് വരുന്നത്? അപ്പൊ എന്തായാലും ഒന്ന് കേൾക്കൂ. നമ്മൾ ഫോൺ കട്ട് ചെയ്ത് വേറെ ആൾ വിളിക്കും, അതുകൊണ്ടാണ് താങ്കളോട് അവിടെ നിൽക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇതിലൊന്ന് സമ്മപ്പ് ചെയ്തുതരാം എന്താ ഇതിൻ്റെ കുഴപ്പമെന്നുള്ളത്. അതായത് ഇവിടെ പറയുന്ന ആ വാദം, ഇത് ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തീവ്രവാദികൾ ശ്രമിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തീവ്രവാദികൾ ഭൂലോക മണ്ടന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെ ഒരു ഡിവൈഡ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. 0% ആണ് അതിനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ അത് വളരെ ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും. കാരണം അതങ്ങനെ നിലനിൽക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിന്ദുവിനെ കൊണ്ട് ഒരു മുസ്ലിമിനെ വെറുപ്പിക്കുക എന്ന് പറയുന്നത് സാധ്യമാകുമായിരുന്നു എന്നുണ്ടെങ്കിൽ അതെന്നോ സാധ്യമാകേണ്ടതാണ്. ഏറ്റവും മിനിമം ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ ഡിവൈഡ് ഉണ്ടായി, അവിടുന്ന് പാകിസ്ഥാനിലേക്ക് കുറേ മുസ്ലിങ്ങൾ പോയതിന് ശേഷം ഇവിടെ മുസ്ലിങ്ങൾ ജീവിക്കുക മാത്രമല്ല അവരുടെ നമ്പർ ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും ഹിന്ദു വർദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതും ഇത് ഹിന്ദുക്കളെക്കാൾ കൂടുതൽ പ്രോസ്പെറസ് ആവുന്ന രീതിയിൽ പോലും ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹിന്ദുക്കളെക്കാൾ വലിയ സ്വർഗ്ഗമായിട്ട് മുസ്ലിങ്ങൾക്ക് ഇന്ത്യ സ്വർഗ്ഗമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, അത് തന്നെ സൂചിപ്പിക്കണം എന്താ, അവിടെ അങ്ങനെ ഒരു വൈര്യം അന്നുണ്ടായിരുന്ന ആ ഇൻറ്റൻസിറ്റിയിലുണ്ടായിരുന്ന സാധനം അത് താഴോട്ടേ പോയിട്ടുള്ളൂ. അത് വളരെയല്ല ചെയ്തത്. അപ്പോൾ ഇത് അങ്ങനെ താഴോട്ട് പോയൊരു സാധനത്തെ ഇന്ന് ഈ 2025 വന്നിട്ട് 2 ബോംബ് പൊട്ടിച്ചൊരു 10 ഹിന്ദുക്കളെ മറ്റേ തുണി പൊക്കി നോക്കിയിട്ട് തലവെട്ടിയാൽ ഇത് വൈര്യം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് നിങ്ങൾ ആളെ പറ്റിക്കുകയാണെന്നാണ് എനിക്ക് ചോദിക്കുന്നത്. അത് സാധിക്കില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇത് ഇവർ ചെയ്തത്? ഇത് ചെയ്തതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കാശ്മീർ ശാന്തമാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാശ്മീർ സമാധാനം ഉണ്ടാകാൻ പാടില്ല. കാശ്മീർ സമാധാനമാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ടെററൈസിങ് പ്രിൻസിപ്പിൾസ് അവരവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ആ ടെററൈസിങ് പ്രിൻസിപ്പിൾസ് എന്താണ്? അത് കാഫിറിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കാഫിറിനെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എവിടെ നിന്നായി വരുന്നത്? അത് കാശ്മീരിൽ എന്തിനാണ് വരുന്നത്? അവിടെ നിന്ന് തുടങ്ങണമല്ലോ. കാശ്മീരിലാണല്ലോ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക രാജ്യം എന്ന നിലയ്ക്ക് അവിടുത്തെ ഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളാണ് എന്നുള്ള നിലയ്ക്ക്, അവർ കൊണ്ടു നടക്കുന്നത് ഇസ്ലാമിക് രീതികളാണെന്നുള്ള നിലയ്ക്ക്, അവിടുത്തെ സാധാരണ ജനങ്ങൾ പോലും ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്ന സാധനം അവർ തലയിൽ കൊണ്ടു നടക്കുന്ന, മദ്രസയിൽ പഠിക്കുന്ന, വെള്ളിയാഴ്ച പള്ളികളിൽ കേൾക്കുന്ന സാധനമാവുന്ന നിലയ്ക്ക് അവരുടെ ഉള്ളിലുള്ള ഒരു ലക്ഷ്യം തന്നെയാണത്. അതൊരു ഇസ്ലാമിക് ഡോക്ട്രിനാണ്. നമ്മൾ ഇന്ത്യക്കാരത് പറയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കേരളത്തിലിരുന്നിട്ട് അത് പറയുന്നുണ്ടാവില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ പോയാൽ ഇത് വ്യാപകമാണ്. അവിടെയുള്ള മുസ്ലിങ്ങളും അവിടെയുള്ള മറ്റുള്ള ഹിന്ദുക്കളും എല്ലാം ഇത് പറഞ്ഞുകൊണ്ട് ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്നത് അവർ കേൾക്കാത്ത ആളുകൾ കുറവായിരിക്കും. പക്ഷേ ഇവിടെ അതല്ല, ഇവിടെ അത് കേട്ടില്ല. ഇത് നമ്മൾ പറയുമ്പോൾ ഖുർആനിലുണ്ടോയെന്നൊക്കെ ചോദിക്കുന്ന ചില അമൂൽ ബേബിമാരെയാണ് നമ്മളിവിടെ കണ്ടത്. അത് ഖുർആനിൽ ഇസ്ലാമിൻ്റെ ആ സോഴ്സ് എന്ന് പറയുന്നത് ഖുർആൻ മാത്രമല്ല, ഖുർആനുണ്ട്, ഹദീസുണ്ട്, ഇജ്മാ ഉണ്ട്, അങ്ങനെ പല പല സാധനങ്ങൾ വരുമ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇസ്ലാം എന്ന് പറയുക. അതിൽ ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കണം. ആ ചോദ്യം തന്നെ അസംബന്ധമാണ് എന്നുള്ള ബോധം പോലും ഇല്ലാത്ത കുറേ തരികിടകൾ അവരാണ് ഇന്നിവിടെ ഈ നാട് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുക. നമുക്കിവിടെ ഉണ്ടാക്കുന്ന പ്രശ്നത്തെ ആ പ്രശ്നം അതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നത് അതിവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അതായത് അത് നേരെയാകാൻ പോകുന്നില്ല, അത് നിങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ കൂടുതൽ അതിലേക്ക് എണ്ണ കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ കാശ്മീർ എന്ന് പറയുന്ന പ്രശ്നം അത് സമാധാനം ആകാൻ പാടില്ല എന്നുള്ള ലക്ഷ്യം, അത് സമാധാനം അവിടെ നിലനിർത്താതിരിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 2 വഴികളാണ്. ഒന്ന് അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ആർമി ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുക, അതല്ലെങ്കിൽ ടെററിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുക. ഇതാണ് അവരവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്ന, കാലങ്ങളായിട്ട് പയറ്റിക്കൊണ്ടിരിക്കുന്ന വഴി. ആർമിയെ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്താൽ ഇന്ത്യ അപ്പോൾ പണി കൊടുക്കുന്നതുകൊണ്ട് ആ പണിക്ക് അവർ നിൽക്കാറില്ല. പലപ്പോഴും ചെയ്തപ്പോൾ ഒക്കെ അവർക്ക് തിരിച്ചടി കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അത് ചെയ്യുന്നില്ല. പകരം അവർ ചെയ്യുന്ന എന്താണ്? അവർ ഈ പറയുന്ന ഈ പാരലായിട്ട് ഇപ്പോൾ എങ്ങനെയാണോ ലെബനോണിൽ ഈ ഹിസ്ബുള്ള പണിയെടുക്കുന്നത്, എങ്ങനെയാണോ അവിടെ ഗാസയിൽ ഹമാസ് പണിയെടുക്കുന്നത്, എങ്ങനെയാണോ ഇറാനിൽ IRGC പണിയെടുക്കുന്നത് എന്ന രീതിയിൽ അവരെ ഇളക്കി വിട്ടുകൊണ്ട് ഈ പണി അവർ ഈ പാരലായിട്ട് ഇതേപോലെ തീവ്രവാദികളെ കൊണ്ട് ചെയ്യിക്കുക, മിലിറ്റൻസിനെ കൊണ്ട് ചെയ്യിക്കുക. അവരുടെയും ഉദ്ദേശം ഇതാണ്. അവർ പ്രസംഗിച്ച് നടക്കുന്നത് ഇൻഷാ അള്ളാ നമ്മൾ ഇസ്ലാമിനെ നമ്മളെന്താണ് ആസാദ് കാശ്മീരാക്കും, അത് നമ്മളുടെ കാഫിറുകളെ കൊന്നിട്ട് തന്നെ നമ്മൾ ശരിയാക്കും, അത് ചെയ്താൽ നമുക്ക് സ്വർഗ്ഗം കിട്ടും എന്ന് പറഞ്ഞ് തന്നെയാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ പറയുമ്പോൾ അത് ഇസ്ലാമിന് വിരുദ്ധമാവുകയല്ല ചെയ്യുന്നത്. അത് ഇസ്ലാമിലൊരു സാധനം അവർ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയുക ചെയ്യുന്നത്. പിന്നെ അത് ചെയ്യുന്നവർ മുഴുവൻ സാധാരണ മുസ്ലിമാണെന്നല്ല നമ്മൾ പറയുന്നത്, അത് ചെയ്യുന്നവർ തീവ്രവാദികളാണെന്നാണ് നമ്മൾ പറയുന്നത്. അവരെ നമ്മൾ പറയണ്ടേ? അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ളത് സാധനം ഗസ്വായി ഹിന്ദാവുമ്പോൾ അതിൻ്റെ പിന്നിൽ കാഫിറുകളെ കൊല്ലുക എന്ന് പറയുന്ന സംഭവമ്പോൾ കാഫിറിനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ മുണ്ടുപൊക്കി നോക്കണം, അവരെ കൊണ്ട് കലിമ ചൊല്ലിക്കണം എന്നുള്ള നില വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഇസ്ലാം ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ഇസ്ലാമിൽ നിങ്ങൾ പറയുന്നു നന്മയുണ്ട് തിന്മയുണ്ട്,
മുസ്ലിങ്ങൾ പറയുന്നില്ല, കുറേ ആളുകൾ വേറെ പറയും. ഇപ്പോൾ ഇവിടെ നമ്മൾ രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞ് എഴുന്നള്ളിച്ച് നടക്കുന്ന സാധനം അതാണ്. നമുക്ക് അവരോട് പറയാനുള്ളത്, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിശ്വാസമില്ല. അത് രാഹുൽ ഈശ്വറിനുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം മുസ്ലിങ്ങൾ എടുക്കില്ല. അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അത് സമ്മതിക്കുന്നതായിട്ട് നിങ്ങൾ പറഞ്ഞ് ഒന്ന് തെളിയിച്ച് കാണിച്ചതാണ്. ഇസ്ലാമിൽ നന്മയുമുണ്ട് തിന്മയുണ്ട് എന്ന് സമ്മതിക്കാനുള്ള ഒരു അവസരം ഇസ്ലാമിലുണ്ട് എന്ന് നിങ്ങളൊന്ന് കാണിച്ചതാണ്. എന്നാൽ നിങ്ങൾ പറയുന്ന പണി നമ്മളെടുക്കും. അത് ഇല്ല. ഇസ്ലാമിൽ 100% നന്മ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കൽ ഓരോ മുസ്ലിമിൻ്റെ കടമയാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങളൊരു തെറ്റായ സാധനം നിങ്ങൾ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹിന്ദു മതത്തിൽ നന്മ ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുണ്ടല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക ഉടനെ? അങ്ങനെയല്ല. അത് അതിൻ്റെ മുന്നിൽ നിങ്ങൾ വായിക്കൂ. അവിടെ ബ്രാഹ്മണൻ്റെ സാധനം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് പറയേണ്ട കാര്യമില്ല, അങ്ങനെ അത് നന്മയല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിരുത്താറുണ്ടല്ലോ. അല്ലെങ്കിൽ എന്താണ് ലോക സമസ്ത സുഖിനോ ഭവന്തു പറഞ്ഞ പോലെ മറ്റേ എന്താണ് ഇതുപോലെ പല സാധനങ്ങൾ എഴുന്നള്ളിക്കാറുണ്ട്. എന്താണ് തമസോമ ജ്യോതിർഗമയ, അപ്പോൾ അതിൻ്റെയും പിന്നാലെ വേറെ എന്തോ വരുന്നുണ്ടെന്ന് പറയും, എന്നിട്ട് അത് പറയേണ്ടതെന്ന് പറയും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പറയും ഇവിടുത്തെ ദളിത് ആക്ടിവിസ്റ്റുകളൊക്കെയാണ് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അതിനകത്ത് കുറേ പ്രശ്നമുണ്ട്, അപ്പോൾ അത് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഹിന്ദുമതം മൊത്തം പ്രശ്നമാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. അപ്പം നമ്മൾ അവരോട് പറയാറുണ്ട്, എല്ലാ മതത്തിലും നന്മയുണ്ട് തിന്മയുണ്ട് എന്ന് നമ്മൾ അവരോട് പറയുമ്പോൾ അവർ അതങ്ങനെയൊന്നുമല്ല, ഹിന്ദുമതത്തിൽ മൊത്തം പ്രശ്നമാണ് എന്ന് പറയുന്ന ആളുകൾ ഇന്ന് നമ്മളോട് വന്നിട്ട് പറയാണ് ഇസ്ലാമിൽ അങ്ങനെ തിന്മയുണ്ടെന്ന് പറയരുത്, അതിനകത്ത് നന്മ മാത്രമേ ഉള്ളൂ എന്ന് പറയാൽ അത് പള്ളി പറഞ്ഞാൽ മതി നമ്മൾ പറയുള്ളൂ. നിങ്ങൾ ഇരട്ടത്താപ്പാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്, അത് നടക്കില്ല. അവിടെ നമ്മൾ പറയുന്നു ഇസ്ലാമിൽ നന്മയുണ്ട് തിന്മയുണ്ട് നിങ്ങൾ സമ്മതിച്ചാൽ ആ തിന്മയാണ് ഈ ജിഹാദികൾ കൊണ്ട് നടക്കുന്നത്. അത് അവർ വളച്ചൊടിക്കുന്നതല്ല, അത് അതിനകത്തുള്ളതാണ്. 9:5 അത് അതിനകത്ത് പച്ചക്ക് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. ആ കാഫറുകളെ കണ്ടെടുത്ത് വെച്ചാൽ വെട്ടിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ 9:5 ഡിറ്റോ അതിൻ്റെ വെർബാറ്റിം സാധനമാണ് ഈ പറയുന്നത്. അതല്ലെങ്കിൽ 9:123 എന്തെഴുതിയിരിക്കുന്നത്, അവിടെ നിങ്ങളുടെ അയൽവാസികൾ നിങ്ങൾ അടുത്ത് താമസിക്കുന്ന ആളുകൾ അവർ കാഫറാണെങ്കിൽ അവരോട് നിങ്ങൾ പരുഷമായിട്ട് പെരുമാറണം, അവരെ നിങ്ങൾ ഇതുപോലെ യുദ്ധം ഏർപ്പെടണം എന്ന് എഴുതി വെച്ചിരിക്കുമ്പോൾ അത് ഖുർആനിൽ പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി ഖുർആൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ മറ്റ് സോഴ്സസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കാഫറിൻ്റെ വീട്ടിലെ വെളിച്ചം ഹറാമാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഇത് പ്രസംഗിച്ച് നടന്നതിൻ്റെ പേരിലാണ് ഇന്നൊരു ചങ്ങാതി അവിടെ തിന്നുകൊണ്ടിരിക്കുന്നത്, ഷംസുദ്ദീൻ പാലത്ത്. അയാൾ ചെയ്തെന്താണ്, അയാൾ ഇസ്ലാമിലെ കുറച്ച് കാര്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു. അതാണ് ഐസിസിനെ കുറ്റം പറയുന്നവർ അയാളൊന്നും കുറ്റം പറഞ്ഞു, ഐസിസ് പറയുന്നത് യഥാർത്ഥ ഇസ്ലാമാണെന്ന് പറഞ്ഞാണ്. പക്ഷേ അയാൾ ഇന്നിപ്പോൾ ഉണ്ടേ നിന്ന് കിടക്കുകയാണ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൽ ഈ വശങ്ങളുണ്ട്, ഈ വശങ്ങൾ എടുത്തു വെച്ച് നടക്കുന്ന ആളുകൾ ഈ സാധനം ചെയ്യുന്നു. ഈ ചെയ്യുന്ന ആളുകൾ എടുത്തു വെച്ചത് ഇസ്ലാമിൽ ഈ വശമാണ് എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ അവർ മറുവശത്ത് പോയി എന്നിട്ട് ഹിന്ദുമതത്തിലാകെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് 2 പറയാൻ കഴിയണമെന്നായി പറഞ്ഞു, അല്ലെങ്കിൽ 2 പറയരുതെന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് അത് പറയാൻ കഴിയുന്നത് പോലെ നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയണം, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുതെന്നായി പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ തരത്തിലുള്ള സ്നോ ഫ്ലേക്സ് ആയിട്ടുള്ള ഇതുപോലുള്ള അമൂൽ ബേബികൾ അവർ സമൂഹത്തിന് വലിയ ദോഷമായിട്ട് മാറുന്നത് ഇതുപോലെയാണ്. അപ്പോൾ നമ്മളിവിടെ കൃത്യമായിട്ട് പറയുന്നു, ഇതിന് ഹിന്ദു മുസ്ലിം വൈര്യം ഉണ്ടാക്കാമെന്നുള്ള ഒരു ലക്ഷ്യം വെച്ചാണ് ഈ തീവ്രവാദം നടത്തിയതെന്ന് നിങ്ങളാരെയും ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂഢസ്വർഗ്ഗത്തിലാണെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ അടിയുറച്ച് പറയുക. അത് മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ മാത്രം വ്യത്യാസം കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്, മുസ്ലിങ്ങൾക്കും അത് സാധിക്കില്ല. ഇവിടെ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ത്യനൈസ് ചെയ്യപ്പെട്ട കുറേ ഒരു വലിയ സമൂഹമാണ്. അവരെ കൊണ്ട് നിങ്ങൾ ഇനി വീണ്ടും ഈ ഇസ്ലാം ആദ്യം ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ അവരെ ഇസ്ലാം പഠിപ്പിക്കണം, മദ്രസയെ കൊണ്ടുപോയി ഇരുത്തണം, തീവ്രവാദികളെ വിളിച്ച് ക്ലാസ് എടുപ്പിക്കണം, എന്നാലേ അവർക്ക് ഇതൊക്കെ തലയിൽ കയറുള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് ഹിന്ദുക്കളെ വെറുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടാവും, അവരെയാണ് നമ്മൾ പറയുന്നത് ഇതിനകത്ത് പൊട്ടൻഷ്യലായിട്ടുള്ള ജിഹാദികളുണ്ട് എന്നുള്ളത്. അവരെയാണ് നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്, അവരെയാണ് നമ്മൾ അവർക്ക് വേണ്ട സപ്പോർട്ടീവ് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അവരെ ഡീസെൻസിറ്റൈസ് ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഒന്നുകൂടി സമപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ സത്യത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ അവസരത്തിൽ പറയരുത്, ഇപ്പം നമ്മളിതിവിടെ പറയാൻ പാടില്ല, അത് പിന്നെ നമുക്ക് പറയാവുന്നതാണ്. എന്ന് വെച്ചാൽ പൂരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് നമുക്ക് പടക്കം പൊട്ടിക്കാം, ഇതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അത് നടക്കില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റിഫോം ആക്ടിവിറ്റി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, എൻ്റെ നേരിട്ടുള്ള ഒരു ലക്ഷ്യം അതല്ല. ഇവിടെ നമ്മൾ നടത്തുന്നത് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേദിയാക്കി മനസ്സിലാക്കിയിട്ട് ഇത് കുറച്ച് ഖുർആൻ്റെ അർത്ഥം അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുക, അതല്ല എൻ്റെ ലക്ഷ്യം. ഇപ്പം നടക്കുന്നത് അല്ല. ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു വിഷയത്തിൽ 3 കൂട്ടം ആളുകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ. അതാരൊക്കെയാണ്? അത് ഇതിനകത്ത് ഈ വിഷയത്തിൻ്റെ പേരിൽ കുറേ മുസ്ലിം വിരുദ്ധത, കുറേ ഹിന്ദു വിരുദ്ധത, ഇതിൽ മുസ്ലിങ്ങളാണ് പ്രശ്നം, കുറേ ഹിന്ദുക്കളാണ് പ്രശ്നം, മോദിയാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരൊരു ന്യൂനപക്ഷമാണ്, മേ ബി ഒരു 10% ഉണ്ടെന്ന് കൂട്ടുക റഫായിട്ട്. ബാക്കി വരുന്ന 90%. ആ 90%ത്തിൽ ഒരു വലിയ ശതമാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു 30% എന്ന് പറയുന്നത് ബാക്കിയുള്ള ആളുകളുടെ അത് എന്ന് പറഞ്ഞാൽ ഇവിടെ പോളറൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾ, ഈ വിഷയത്തിലൂടെ ഇങ്ങനെ പോയി പഠിച്ച് ഉഴലുന്ന ആളുകൾ. ഇതാണ് രണ്ടാമത്തെ കൂട്ടം. മൂന്നാമത്തെ ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും പെട്ടിട്ടില്ല. അവരിപ്പോൾ ഏതോ ലോകത്ത് അവരുടെ മറ്റേ അച്ചാർ കമ്പനിയിൽ അച്ചാറുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അവിടെ ടീച്ചർമാർ കുട്ടികളെയും പഠിപ്പിച്ച് അങ്ങനെ പോകുന്ന സാധാരണ മനുഷ്യന്മാർ, അവരവരുടെ ദൈനംദിന കാര്യവും നോക്കിയിട്ട് ജീവിക്കുന്ന സാധാരണ മനുഷ്യർ. അവർക്ക് ഇതിലൊന്നും യാതൊരു പങ്കില്ല. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അവിടെ പ്രശ്നമുണ്ട് എന്നൊക്കെ കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്ന കുറേ ആളുകൾ, അവരാണ് ബഹുഭൂരിപക്ഷ ആളുകൾ. പക്ഷേ എന്താ പ്രശ്നം, ഈ പോളറൈസ്ഡ് ആയിട്ടുള്ള സാധനവും
ആളുകളും പോളറൈസിങ് ആയിട്ടുള്ള ഇവൻറ്റും കൂടുതൽ കാലം നിലനിന്ന് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് പോളറൈസ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. കൂടുതൽ ആളുകൾ പോളറൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ അത് ഈ പോളറൈസ് ചെയ്യപ്പെടാത്ത, ഇതിനെക്കുറിച്ച് അറിയാത്ത വലിയ സമൂഹത്തിലേക്ക് അത് കൂടുതൽ അതിലേക്ക് ഇങ്ങനെ ക്രീപ്പ് ഇൻ ചെയ്യുന്നൊരവസ്ഥ വരും. എന്നുവെച്ചാൽ അതിലേക്ക് കുറേ കൂടി ആളുകൾ ഇതിലേക്ക് അട്രാക്റ്റഡ് ആവുന്നൊരവസ്ഥ വരും. അവസാനം ഇത് ഹൈലി ഫ്ലെയിമബിൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് അവസാനം സംഭവിക്കുക? സമൂഹം മുഴുവൻ പോളറൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹവും ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തയും ചിന്തിക്കാത്ത ആളുകൾ വളരെ കുറഞ്ഞ 10% മാറി. അതായത് നേരെ റിവേഴ്സ് ചെയ്യും ഇതിൻ്റെ റേഷ്യോ. ഇതാണ് സംഭവിക്കുക. ഇതിൻ്റെ ഒരു ലോങ് ടേം പ്രോസസ്, അത് പെട്ടെന്നൊന്നും സംഭവിക്കുന്നതല്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? നമ്മളിവിടെ ചെയ്യുന്നത് ഇതിലെ പോളറൈസ് ചെയ്യപ്പെട്ട ആളുകളെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മൗദൂദികളെ വിളിച്ച് നമുക്ക് തിരുത്താൻ കഴിയില്ല. അതല്ലെങ്കിൽ ഇപ്പുറത്ത് പോയിട്ട് നമ്മളുടെ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ പോയിട്ട് നമുക്ക് തിരുത്താൻ കഴിയില്ല. അതല്ലെങ്കിൽ ഇവിടെ ഇതുപോലെ ഇതിനകത്ത് നിൽക്കുന്ന നമ്മുടെ കുട്ടി ജിഹാദികളായിട്ടും അതുപോലെ ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകൾ എന്നും പോയിട്ട് നമുക്ക് അവരെ മോനെ അങ്ങനെയല്ല, ഇതുപോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ കേൾക്കാൻ നിൽക്കില്ല. പക്ഷേ അവരുടെ പിന്നിലൊരു വലിയ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ആ സപ്പോർട്ട് സിസ്റ്റം ആരാണ്? അതാണ് ഈ പറയുന്ന പോളറൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അവർ കുറച്ച് നാൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കും, കുറച്ച് കഴിയുമ്പോൾ ഇപ്പുറത്ത് സപ്പോർട്ട്, എന്തായാലും അവർക്കൊരു സപ്പോർട്ടാണ്. അവർ പഠിച്ചുകൊണ്ടിരിക്കുക. അവരിലേക്കാണ് നമ്മൾ ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. എന്താണ് ഈ ഇൻഫർമേഷൻ? ഇതിങ്ങനെയാണ്, ഇതിലെ പ്രശ്നം ഇവിടെയാണ്, ഇതിനകത്ത് ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്, ഇതിനകത്ത് മതം ഒരു വിഷയമാവുന്നത് ഇങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് പോളറൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവർക്കൊരു വഴികാട്ടിയാണ്. അവർ ചിന്തിക്കും, ഓ ഇങ്ങനെ ഉണ്ടല്ലേ, ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിനകത്ത് പക്ഷം പിടിക്കുന്ന കാര്യമില്ല, നമ്മൾ വി ഹാവ് ടു കോൾ ഇറ്റ് എ സ്പേഡ് എന്ന് പറഞ്ഞവർ മാറി നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഹിജാബ് വിഷയം വന്നപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഹിജാബ് വിഷയത്തിൽ അന്നും ഇവിടുത്തെ എക്സ് മുസ്ലിം സംഘടന എന്നോട് പറഞ്ഞാണ്, ഇപ്പോൾ ഇതിനെക്കുറിച്ച് മിണ്ടരുത്, ഇപ്പോൾ പറഞ്ഞാൽ സംഖ്യ വളരുമെന്ന് പറഞ്ഞു. സംഖ്യ വളരൂലേ എന്ന് നോക്കിയിട്ട് നമുക്കൊരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ലക്ഷ്യം സംഖ്യ വളരാതിരിക്കലാണെന്നുണ്ടെങ്കിൽ ആ വളർച്ചയ്ക്ക് വഴിവെക്കുന്ന ആ പ്രോസസ്സിൽ നമ്മൾ ഇടപെടണം. ഈ പ്രോസസ്സാണ് ഈ പറയുന്ന സാധനം, റാഡിക്കലൈസേഷൻ എന്ന് പറയുന്നതാണ് ഈ പ്രോസസ്സ്. ആ പ്രോസസ്സിനെ നമ്മൾ ഇടപെടണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്, അതിൻ്റെ വസ്തുതകൾ പറയുക എന്നുള്ളതാണ്. അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ റാഡിക്കലൈസേഷൻ പ്രോസസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് റാഡിക്കലൈസേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അവരതിനകത്തുനിന്ന് ഏർലി ഡിലീഷൻ സംഭവിക്കുന്ന മാതിരി അല്ലെങ്കിൽ ഏർലി അബോർഷൻ സംഭവിക്കുന്ന മാതിരി അവരതിൽ നിന്ന് പുറത്തേക്ക് താഴേക്ക് പോകാം. അവരെന്തോ തീട്ടക്കേസിന് വേണ്ടി അവിടെ തല കുത്തി നിൽക്കുന്ന ടീമാണ് എന്ന് പറഞ്ഞ് മാറും. ഇതാണ് ഇവിടെ സംഭവിക്കുക. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇത് സംഭവിച്ചത് നമ്മുടെ കൺമുന്നിലുണ്ട്. നമ്മളുടെ പ്രോസസ്സിൽ നമ്മളുടെ ഈ എന്താ പറയുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആക്ടിവിറ്റിയുടെ ഔട്ട്പുട്ടായിട്ട് പലതവണ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, നേരിട്ട് കണ്ടിട്ടുള്ള സംഭവം ആയതുകൊണ്ട് നമ്മൾ ഇനിയും അത് ചെയ്യും. അപ്പോൾ അത് നമ്മളിവിടെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ പോളറൈസ്ഡ് ആകാത്ത ആളുകൾ, അവർ കൂടുതൽ പോളറൈസ്ഡ് ആകാത്ത ആളുകളായിട്ട്, ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളായിട്ട് മാറുന്ന അവരുടെ എണ്ണം വർദ്ധിക്കും. അതോടൊപ്പം പോളറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ബാക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ അവർ പതിയെ തണുക്കും. കാരണം ഈ ഹെയ്റ്റ് എന്ന് പറയുന്ന സാധനം, അത് വെച്ചുകൊണ്ടുള്ള അക്രമം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അനന്തമായിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് നിങ്ങളിങ്ങനെ റിപ്ലേസ് ചെയ്യണം. അതിൽ ആളുകളെ ഹെയ്റ്റ് ഉണ്ടാവും, ആ ഹീറ്റ് അവിടെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ പുതിയ ആളുകൾ വരണം. പുതിയ ആളുകൾ ഇങ്ങനെ വന്ന് പഴയ ആളുകൾ റെസ്റ്റ് എടുക്കും, അപ്പോൾ പുതിയ ആളുകൾ വരുന്നു, അവരത് കീപ്പ് ഓൺ ചെയ്യുന്നു. അങ്ങനെ അതിങ്ങനെ ചെയ്ത് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ പുതിയ ബാച്ച് ഇങ്ങനെ വരണം. കുറച്ച് കഴിയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മടുക്കും, അവർ നിർത്തും. ഇത് തന്നെയാണ് അവർ സംഭവിക്കുക. ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ വരുമ്പോൾ നടക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ചിത്രം, ആ ഒരു ബോംബ് പൊക്കി കൊടുക്കുന്ന ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റാഡിക്കൽസിന് വേണ്ടിയിട്ട്. ആ താഴെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള, ആ ബോംബ് പൊക്കി കൊടുക്കാൻ പറ്റാതെ ഇരിക്കണം. ബോംബ് പൊക്കി ഇങ്ങനെ പിടിച്ച് കൊടുക്കാൻ ആളില്ലാതെ വന്നാൽ റാഡിക്കൽസ് പണിയില്ലാതെ ഇവിടുന്ന് പിന്തിരിഞ്ഞ് ഓടേണ്ടി വരും. ഇത് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പോളറൈസേഷൻ നിങ്ങൾ ഇൻ്റർവീൻ ചെയ്ത് നിങ്ങൾ അതിനെ ഫെയിലാക്കുമ്പോൾ, പോളറൈസേഷൻ അവിടെ നടക്കാതെ വരുമ്പോൾ, പോളറൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഇല്ലാതെ വരുമ്പോൾ, പോളറൈസിങ് ഇവൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ ബാധിക്കില്ല. അത് ബാധിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കാലവും ഇവിടെ ഹിന്ദു സമൂഹം ഭൂരിപക്ഷമായിട്ടുണ്ടായിട്ടും അവരെ നിങ്ങൾക്ക് പോളറൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഹിന്ദു സമൂഹത്തെ പോളറൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താ? അതിൻ്റെ റീസൺ ഇപ്പുറത്ത് സമാനമായ പോളറൈസിങ് ആയിട്ടുള്ള മറ്റൊരു സാധനം. പോളറൈസിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 പോൾ വേണം. അപ്പോൾ ഒരു പോൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യം. അപ്പോൾ ഒരു പോൾ എന്ന് പോലും നമ്മൾ വിളിക്കുന്നില്ലല്ലോ. അപ്പോൾ പോളറൈസിങ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ മറ്റൊരു പോളും കൂടി വരുമ്പോഴാണ് ഈ പ്രശ്നം ഇവിടെ വന്നിട്ടുള്ളൂ. അത് എപ്പോഴാണ് തുടങ്ങിയത്? അത് നമ്മളുടെ ഈ ചരിത്രത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അങ്ങനെ അവിടുന്ന് മുതൽ തുടങ്ങിയാലേ ഈ റൈറ്റ് വിങ് എങ്ങനെ വന്നതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി അത് മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂറോപ്പിൻ്റെ ഉദാഹരണം പറയുക. അവിടെ ഇന്ന് റൈറ്റ് വിങ് വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇന്ന് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇന്ന് അതിൻ്റെ ഒരേ ഒരു കാരണമായിട്ട് ഇന്ന് അവർ അവിടെ എടുത്തുന്നയിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഇസ്ലാമിക് ഈ പോളറൈസിങ് ഫോഴ്സ് തന്നെയാണ്. അത് തന്നെയാണ് അവിടെ കുഴപ്പമുണ്ടാക്കിയിട്ടുള്ളൂ. അതാണ് നമ്മുടെ മുന്നിലുള്ള പ്രസിഡൻറ്റ്. ഇതുപോലെ ഈ പ്രസിഡൻറ്റ്സ്, ഗ്ലോബൽ എക്സാമ്പിൾസ്, അതുപോലെ ഇതിൻ്റെ ഒരു കോമൺ പാറ്റേൺ, ഇതിൻ്റെ രീതികൾ, ഇതിൻ്റെ പിന്നിലുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള ആ ഒരു അതിൻ്റെ ഫാക്ടേഴ്സ്, ഇതെല്ലാം മനസ്സിലാക്കുന്നതുകൊണ്ടാണ് നമുക്കിത് ക്ലിയർ ആയിട്ട് പറയാൻ കഴിയുന്നത്. ഇത് ഇനിയും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ
ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴി. നമ്മൾ മടുത്ത് പിന്നോട്ട് പോകാൻ പോകുന്നില്ല, നമ്മൾ മുന്നോട്ട് തന്നെയാണ്. ഇനി ഇതിൽ ഈ അമൂൽ ബേബികൾ ഇതിനകത്ത് എന്താ റോള്? അവർ നമ്മളെയാണ് ഇതിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ എന്താ സുനിത ദേവദാസിൻ്റെ കുറേ വീഡിയോ അയച്ചെന്ന്. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത്. എന്നെ മരപ്പട്ടി എന്നൊക്കെ വിളിച്ച ആൾ എനിക്കിപ്പോൾ പ്രൊമോഷൻ തന്നിട്ടുണ്ട്. എന്താണ് മരയൊന്തെന്നാണ് വിളിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി ഇഷ്ടമുള്ളൊരു ജീവിയാണ്. വളരെ നന്ദിയുണ്ട് എനിക്ക് മരപ്പട്ടിയിൽ നിന്നും. ആ ഒരു മരപ്പട്ടി എന്ന് പറഞ്ഞൊരു ഇവിടെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവിടെ പോയി, അറബി വിളിച്ചാൽ സോറി. മരപ്പട്ടി ആ അതന്നെ കേട്ടല്ലോ. അപ്പോൾ മരപ്പട്ടി എന്നൊക്കെ വലിയ പേരൊക്കെ തന്നിട്ടുള്ള ആൾ ഇന്നെനിക്ക് മരയോന്തെന്നാണ് പേരിട്ട് തന്നിരിക്കുന്നത്. അതെനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ കണ്ടൊരു കാര്യം, നമ്മളെ തള്ളി പറയാൻ വേണ്ടിയിട്ട്, നമ്മളെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് ഈ എന്താണ്, ഞാൻ ഓരോ മുസ്ലിമും ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാവാത്ത ആളുകളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ കാനഡക്കാരിയൊക്കെയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതാണ് പ്രശ്നം. എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് മോദിയെ സ്തുതിക്കുന്ന അവസ്ഥയിലേക്ക് വരെ പോയിട്ടുണ്ട്. എന്നാൽ മോദി എടുത്ത തീരുമാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. മോദി എടുത്ത തീരുമാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ എന്താണ് സംഗീതം വിളിച്ച് നടന്നിരുന്ന ആൾ ഇന്നിപ്പോൾ സ്വയം നമ്മളെ തള്ളി പറയാൻ വേണ്ടി ആങ്ങളെയും പെങ്ങളെയൊക്കെ ടീമായി അവിടെ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ എനിക്ക് സന്തോഷമായി. എന്തൊക്കെ പറഞ്ഞാലും അത് നല്ലൊരു മാറ്റമായിട്ട് തന്നെയാണ് പറയുക. സുനിത ദേവദാസ് ചെയ്ത കാര്യം വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ല എന്നുള്ളത് വേറെ വിഷയം. അത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ മുസ്ലിമും ജിഹാദിയാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതിലൊക്കെ വാദമുണ്ട്, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്നാണ്. ഇനി അത് മാത്രമല്ല, ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ എക്സ് മുസ്ലിമാണ്, ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ ഇതുപോലെ എത്തീസ്റ്റാണ്. ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതെല്ലാം നമ്മൾ പറയും. ഇവിടെ നമ്മൾ പറയുന്നത് ജിഹാദുമായി കണക്ട് ചെയ്തുകൊണ്ട് പൊട്ടൻഷ്യൽ ജിഹാദിയാണ് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയും. ഓരോ മുസ്ലിമും അത് തന്നെയാണ്. എന്താ കാരണം? അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇസ്ലാം, ആ ഇസ്ലാം അവനെ അറിയാത്തൊരു സാധനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അവനത് കൂടുതൽ അതിനകത്തേക്കൊരു താല്പര്യം ബിൽഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഇവിടുത്തെ SDPIക്കാർ, അരിയും മലരും കുന്തിരിക്കത്തിൻ്റെ ഒക്കെ കഥ പറഞ്ഞു നടക്കുന്ന ആളുകൾ, ഇതുപോലുള്ള ആളുകൾ വന്ന് അതിനെ പൊലിപ്പിച്ച് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ഇവർക്ക് ഇതിനകത്തേക്ക് താല്പര്യം വന്നാൽ അവൻ ജിഹാദിയാകും. ഇതാണ് നമ്മൾ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ജിഹാദി അല്ല, അവൻ ജിഹാദി ആകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഈ സാധ്യതയെ ആണ് നമ്മളിവിടെ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പോലും മനസ്സിലായി. പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് അറിയാതെ മനസ്സിലാക്കാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്താൽ അത് എന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വിവരക്കേട് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഞാൻ മാപ്പാക്കുന്നു. നിങ്ങൾക്ക് ഇതിന് മുന്നേയും ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. നമ്മൾക്ക് ഒന്ന് പ്രൊമോഷൻ തന്നതിന്, ഈ മരപ്പട്ടിയിൽ നിന്നും മരയൊന്നാക്കി നമ്മളെ എവല്യൂഷൻ കുറച്ചും കൂടി ഉഷാറാക്കിയതിൽ വലിയ നന്ദിയുണ്ട്. കുറച്ചും കൂടി നല്ല എബിലിറ്റി ഉള്ളൊരു ജന്തുവാണ് ഓന്ത് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വളരെ നല്ല കാര്യം. പിന്നെ ഈ പറഞ്ഞ മാതിരി മോദി ചില കാര്യങ്ങളൊക്കെ ചെയ്തത് വളരെ നല്ല കാര്യമാണെന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ നമുക്ക് പറ്റണം. നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് ചെയ്താലും അത് നല്ലതെന്ന് പറയാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്കത് ഇത്ര നാൾ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മോദി എന്ത് ചെയ്താലും തെണ്ടിത്തരാന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകൾ ഇന്ന് ചില കാര്യങ്ങൾ ശരിയാണെന്ന് പറയുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ വിജയം, അത് തന്നെയാണ് നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം പരിശോധിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ഈ സ്നോഫ്ലേക്സ്, ഇതുപോലെയുള്ള അമൂൽ ബേബികളായിട്ടുള്ള ദാസന്മാരും ദാസികളും എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന പണി നമ്മളെ ബാധിക്കുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുമല്ല, ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ പിന്നാലെ കൂടിയിട്ട് നമ്മളൊരു സീനുണ്ട്. നമ്മളുടെ ക്രോണിക് ബാച്ചർ എന്ന് പറഞ്ഞൊരു സിനിമയിൽ രണ്ടുപേര് ഗുസ്തി നടക്കുമ്പോൾ തറയെ കിടന്നിട്ട് കാലുമേൽ പിടിച്ച് വലിക്കുന്ന ഒരു ഗുസ്തിക്കാരനെ ഓർമ്മയുണ്ട്, ഒരു കള്ളുകൂടിയാണ്. ആ റോളിലാണ് നിങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അത്രയേ ഉള്ളൂ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയില്ല, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. എന്തൊക്കെയോ ഇങ്ങനെ വന്ന് വിളിച്ച് കൂവി പറയുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനകത്ത് നിങ്ങളുടെ ലക്ഷ്യമല്ലേ. എൻ്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞു, പോളറൈസേഷൻ എന്ന് പറയുന്ന സാധനത്തെ ഇൻ്റർവ്യൂൻ ചെയ്ത് അതിനെ ഡാമ്പൻ ചെയ്യുക, അതിനെ അബോട്ട് ചെയ്യിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന പണി, അതാണ് ഞാൻ ചെയ്യുന്നത്. അത് ഇതിന് മുന്നേ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളതാണ്, ഇനി അത് ചെയ്യും. 2, ഇതിനകത്ത് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആരെ? പോളറൈസ്ഡ് ആയിട്ടുള്ള ആളുകളെയല്ല, പോളറൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെയും പോളറൈസ് ചെയ്യപ്പെടാതെ ഇപ്പോൾ ഇതിലേക്ക് എത്താൻ സാധ്യതയുള്ള ആളുകളെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അവർ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ പോളറൈസ്ഡ് ആയ ആളുകളുടെ ആ സമയം അത് കുറച്ച് കഴിയുമ്പോൾ അത് തനിയെ ഫെയ്ഡ് ഔട്ടായി പോകുന്ന അവസ്ഥയും, പോളറൈസിങ് ഇവൻറ്റ്സ് നിങ്ങൾക്ക് ഒരു പോളറൈസിങ് ഇവൻ്റ് അല്ലാതെയായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെയാണ് സൊസൈറ്റിയിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ പറയും നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് ഈ നാട്ടിലുണ്ടാവാൻ പോകണമെന്നുള്ളത് നിങ്ങൾ ഒരു ഗുണം പറഞ്ഞാൽ. ഈ പറയുന്ന മാതിരി ഈ ഇരട്ടത്താപ്പ് കാണിച്ചുകൊണ്ട് നടന്നിട്ട് ഒരു ഗുണം ഉണ്ടാകുന്നതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. ഇത് പറയാൻ കഴിയാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പോലെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നടക്കുന്ന ആളുകളെ അവരെ പിന്നാലെ പോയിട്ട് നമുക്ക് സമയം കളയാനില്ല. നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ട്,
ഇനിയും പറയും. അതാണ് നമുക്കിതിൽ പറയാനുള്ളത്. എനിവേ ഇത്ര നേരം കോളിൽ വെയിറ്റ് ചെയ്തതിന് നന്ദി. ഓക്കെ, എന്തായാലും ആരിഫ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതേ മൂർച്ചയിൽ തന്നെ തുടരുക. ഇന്നലെ കരിമക്കോളില് ആദ്യത്തെ കോളർ പറഞ്ഞ പോലെ തീവ്രത കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ പറയണം. മുമ്പോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ബൈ. ശരി, ബൈ. ഓ, ചെറിയൊരാശ്വാസം. ഇത് കേട്ടില്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് വെച്ച് ഓണാക്കി കേൾക്കും. അത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. എൻ്റെ പൊന്ന് സൂസു വളരെ നന്ദിയുണ്ട് കേട്ടോ. എവിടെ പോയി അടുത്ത ആള്? കാർത്തിക്. ഹലോ. പറയൂ. ഹലോ. പേര് കാർത്തിക്. കാണാറുണ്ട്. ഈ തീവ്രവാദത്തിന് മതമുണ്ട്, ഷുവറാണ്. ബിക്കോസ് ഞാനിത് ഒരു ഡോക്ടർ ആനന്ദ് രംഗനാഥൻ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യു ആർ സ്പെയറിംഗ് ദ ഫണ്ടമെന്റൽസ് ആൻഡ് സ്നാറിംഗ് അറ്റ് ദ ഫണ്ടമെന്റലിസ്റ്റ് പറഞ്ഞു. അപ്പൊ നമ്മള് ഫണ്ടമെന്റൽസിനെ തന്നെ നമ്മൾ അങ്ങനെ സ്പെയർ ചെയ്തിട്ട് അത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ പോയി തല്ലിയിട്ട് കാര്യമില്ല. റൂട്ട് കോസ് അനാലിസിസ് ചെയ്ത് അതാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി അതിനെയാണ് നമ്മള് തീർച്ചയായിട്ടും ഇതിൽ ഞാൻ ജബ്ബാർ മാഷ് പറഞ്ഞതിനോടൊപ്പമാണ്. നമ്മൾ രോഗത്തെ അല്ല രോഗകാരണത്തെയാണ് അഡ്രസ് ചെയ്യേണ്ടത്. അതെ, അതാണ് ഞാനും അതാ പറയാനുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ഒരു മഹൽ കമ്മിറ്റിയും സദ്ദാം മരിച്ചപ്പോ വലിയ പോസ്റ്ററും അതൊക്കെ ഇട്ടു. പക്ഷെ ഇതിനെ ഒരു സോൾഡാരിറ്റി പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നല്ലേ. അതായത് ഇത് തെറ്റാണ്, നമ്മുടെ ഇതല്ല എന്ന് ഇങ്ങനെയല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോ സ്വാഭാവികമായി നമുക്ക് വരുന്നൊരു മെസ്സേജ് എന്താണ്, യു പീപ്പിൾ ആർ ഹാപ്പി വിത്ത് ദിസ് എന്നല്ല, അങ്ങനെയൊരു മെസ്സേജാണ് കൺവേ ആവുന്നത്. ബിക്കോസ് ഒരു ആരും അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ഒരു റാലിയോ മാർച്ചോ ഒന്നും നടത്തിയില്ല. എന്റെ അറിവിലില്ല, ഇനി ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പോ പിന്നെ ഇതാണ് മെയിൻ. അതിൽ ചില ഇപ്പോ ആരിഫ് പറയുന്ന ഒരു ഇതൊക്കെ എടുത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം. പണ്ട് ഇതിനെ കുറിച്ചൊക്കെ നമ്മളെ ഫ്രണ്ട്സിനെ കുറെ പൊക്കി പറയുമ്പോ നമ്മളിതൊക്കെ കേട്ടിരുന്നുണ്ട്. പക്ഷെ ഇന്ന് ആരിഫിന്റെ ഭാഷ പറഞ്ഞ ആയത്തെടുത്ത് അണ്ണാക്കിലേക്ക് തിരിച്ചു കൊടുക്കാണ്, പിടിച്ചെടുത്താണ് സംഭവം. ഇതിനെ ഇനി വെളുപ്പിയ വെള്ളം പൂശണ്ട. അല്ല, ആക്ച്വലി ഇവര് ഒരു ബുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു ബുക്കാ പറയുന്നത് തന്നെ സ്റ്റുപ്പിഡിറ്റിയാണ്. ഇത് ബുക്ക് അമെൻഡ് ചെയ്യണം. കാലം പോകുന്തോറും നമ്മളിതിനെ അമെൻഡ് ചെയ്ത് കൊണ്ടുപോയി ഇപ്പത്തെ ഒരു ജനസമൂഹത്തിന് ആവശ്യമുള്ള രീതിയിലേക്ക് അമെൻഡ് ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ അറിവിൽ അങ്ങനെ ചെയ്താൽ തല പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ ഒരു കാര്യം കൂടി ആവർത്തിച്ച് ചോദിക്കാണ്. മുസ്ലിം വിരുദ്ധത കൂടിയോ? എങ്ങനെയാണ് നിങ്ങളിപ്പോൾ മുസ്ലിമിനും ഇസ്ലാമിനെയും കാണുന്നത്? രണ്ടാണോ? ഞാൻ ആരിഫിന്റെ ചാനൽ ഫോളോ ചെയ്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഈ ഇസ്ലാമിൽ ഇതിന്റെ സീഡ്സ് ഉണ്ട്. ഇത് ഈ നമ്മൾ ഏത് ഇതിൽ കൺസ്യൂം ചെയ്യുന്നു മതം, അതനുസരിച്ച് നമ്മൾ പോളറൈസ് ആവും. എത്ര ക്വാണ്ടം മതമാണ് നിങ്ങൾ മദ്രസയിൽ കൺസ്യൂം ചെയ്യുന്നത്, അതനുസരിച്ചിട്ടാണ് നിങ്ങൾ പോളറൈസ് ആവുന്നത്. കേൾക്കാതെ ഇരുന്ന അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പലവർക്കും മുസ്ലിംസിന്റെ അറിയില്ല പലതും. പക്ഷെ ഇത് ശ്രദ്ധിച്ച് കേട്ട് ഇതിന്റെ അർത്ഥങ്ങൾ ഉൾക്കൊണ്ട് അവരാണ് ഒന്നല്ലേ അവര് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ അവരും അറിയും എന്ത് പൊട്ടത്തരാണ് അത് പറഞ്ഞ് വിട്ടിട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? സന്ദേശം എത്രയേ ഉള്ളൂ. ആരിഫ് പറയുന്ന പോലെ നിങ്ങളുടെ മതം നിങ്ങളുടെ അണ്ടർവെയർ ആയിരിക്കണം, അത് പുറത്തിങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അത് പിന്നെ നമ്മൾ ഓപ്പണായിട്ട് കാര്യം ഉള്ളതുള്ള പോലെ നമ്മൾ പറയണം. അതായത് ഉണ്ട് ഇതിൽ പ്രശ്നമുണ്ട്, ഇസ്ലാമിൽ ഇന്ന ആയത്തുകൾ പ്രോബ്ലമാറ്റിക് ആണ്, അന്നത്തെ കാലത്ത് ഒരു ട്രൈബൽ നേച്ചറിൽ എഴുതി പോയതാണ്, പറഞ്ഞു പോയതാണ്. അതവര് പറയില്ല, പറയാൻ സാധിക്കണം. അങ്ങനെ പറയാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് അത് ഒരു ഇത് പറയില്ലേ, നോളേജ് മൂവ്സ് ഫോർവേഡ് ബൈ റെഫ്യൂട്ടിംഗ് ഫാൾസ് ഡോഗ്മാസ് എന്ന് പറയും. റിപ്പീറ്റിംഗ് നോൺ തിങ്സ്, ഇപ്പൊ കാൾ പോപ്പർ പറഞ്ഞൊരു ഇതാണ്, നോളേജ് മൂവ്സ് ഫോർവേഡ് നോട്ട് ബൈ റിപ്പീറ്റിംഗ് നോൺ തിങ്സ് ബട്ട് റെഫ്യൂട്ടിംഗ് ഫാൾസ് ഡോഗ്മാസ്. ഈ ഫാൾസ് ആയ ഡോഗ്മാസിനെ റെഫ്യൂട്ട് ചെയ്താല് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇത് ഓരോ വയസ്സായ മുസ്ലിംസും ഇത് എഗ്രി ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ എവിടെ ഇതിന് പ്രശ്നവും ഒരു പ്രശ്നമില്ല. സോ യു ആർ എംപതൈസിംഗ് വിത്ത് മുസ്ലിംസ്? അല്ല, എനിക്ക് ഞാൻ അങ്ങനെ ഇല്ല, ഇതില് പ്രശ്നമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവരോട് കാര്യം പറഞ്ഞു കൊടുക്കല്ലേ ചെയ്യുന്നത്? പറഞ്ഞു കൊടുക്കല്ലേ ചെയ്യുന്നത്. ഓബ്വിയസ്ലി ഞാനത് പറഞ്ഞു കൊടുക്കന്നെ ചെയ്യുന്നത്. ഇതിൽ പ്രശ്നമുണ്ട് ആൻഡ് യു ഓൾസോ ഹാവ് ടു എഗ്രി ഇറ്റ് എന്നാണ് പറഞ്ഞത്. അതെ, ഓരോ മുസ്ലിം പറഞ്ഞ അതേടാ ഇതില് ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇനിയിപ്പോ ഒരു കാര്യം എനിക്ക് ഇത് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ റീച്ച് അറ്റ് എ പോയിന്റ് വേർ യു ഹാവ് ടു ലീവ് ദിസ് റിലീജിയൻ. ഇത് ആവശ്യമില്ല എന്നുള്ളൊരു രീതിയിലേക്ക്
കാര്യങ്ങൾ നിങ്ങൾ പോകണം. പറഞ്ഞു വെക്കുന്ന പ്രകാരം നമ്മൾ ഈ ചെയ്യുന്ന പണി കൊണ്ട് മുസ്ലിം വിരുദ്ധത കുറയും എന്ന് തന്നെയാണ്. തീർച്ചയായും കാര്യങ്ങൾ അറിയൂല്ലോ, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. മുസ്ലിം സമൂഹങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും പഠിക്കുന്നവരാണ്. ആരിഫിന്റെ ചാനൽ കണ്ട് ഓരോരുത്തർക്കും മനസ്സിലാവും. ഓക്കെ, ഇതൊക്കെ ഉണ്ട്. പലവർക്കും ഇത് അറിയുന്നില്ല. അപ്പൊ എല്ലാവരും മനസ്സിലാക്കും ഇതത്ര നാസ്റ്റിയാണ്, ഇതത്ര. ഇൻഫാക്ട് ആർസിയും പലപ്പോഴും ഇങ്ങനത്തെ പോലെ ബക്രീദിന്റെ ഒക്കെ എന്നുള്ള ഒരു ഇത് കണ്ടപ്പോഴാണ് നമ്മൾ മനസ്സിലായി ഇതൊക്കെ അത്രയും ജീർണിച്ച ഒരു സാധനത്തെ നമ്മൾ കൊണ്ടാടണം എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവുമ്പോൾ ഒരു പ്രോപ്പറായി പഠിച്ചൊരു വയസ്സായ ഒരു പ്രോപ്പർ ഫോർമൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഒരാള് തീർച്ചയായിട്ടും ചിന്തിക്കും ഇതിന്റെ ആവശ്യം എന്താണ്, നമുക്കിതിന്റെ ആവശ്യം എന്താണെന്ന് ചിന്തിക്കും. അങ്ങനെ തന്നെ ഇത് ഞാനിപ്പം പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ കുഴപ്പമുണ്ട്. ടെററിന്റെ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യുന്നത് കിതാബിൽ നിന്ന് തന്നെയാണ് പറഞ്ഞു കൊടുക്കും നിങ്ങൾ. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുണ്ട്. അതിന് നമ്മൾ എത്ര വെള്ളം ഊഷിയിട്ടും കാര്യമൊന്നുമില്ല. പ്ലീസ് കീപ് ഡൂയിങ് ദാറ്റ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ നമുക്കിങ്ങനെ ഇരുന്നിട്ട് ഒരു റിവേഴ്സ് മദ്രസ നടത്തലൊന്നും എളുപ്പമുള്ള കാര്യമല്ല. ആരിഫ് ഭായി, ഞാനിത് പറഞ്ഞിട്ടോ പലപ്പോഴും ഞാൻ സംഘിച്ചാപ്പ അടിച്ച ആളാണ്. കാര്യമാക്കണ്ട സംഘിച്ച. ഞാനതാ നേരത്തെ പറഞ്ഞു. അതായത് ഈ ചാപ്പ അടിച്ച് നടക്കുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് അവർക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഐഡിയ ഉണ്ട്. ഇത് ഈ പോളറൈസിങ് ആയിട്ടുള്ള ആ ഇവന്റിലെ ഇന്റർവ്യൂ ചെയ്ത ആ പ്രോസസ്സിനെ വെള്ളം കോരി ഒഴിക്കുന്ന പണിയാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. അവര് ചെയ്യുന്നത് എന്താണെന്ന് അവർ പറയട്ടെ. എന്താണ് അവരുടെ സ്ട്രാറ്റജി, എന്താണ് അവരുടെ പ്രോസസ്, എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് അതിന്റെ എയിം, എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്, അവർ പറയട്ടെ. അവർക്ക് പറയാൻ കഴിയില്ല, സീറോ ആയിരിക്കും അത്. അല്ല, പറ്റില്ല. ഈ രാഹുലിനെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടോട്ട് ബോളിട്ട് കളിച്ച് ബാലൻസ് നായർ പറയില്ല, അത് ബാലൻസ് ചെയ്ത് ജീവിതം മുഴുവൻ കഴിഞ്ഞു പോകരുത്. അവരെന്നാലും ദേ വിൽ നോട്ട് ഹിറ്റ് ദ പിനിയൻ ജോയിന്റ്. അതിങ്ങനെ പറഞ്ഞു നടക്കും. നിങ്ങൾ കറക്റ്റ് പോയിന്റ് പറയാ. ഓക്കെ, എനിവേ സംസാരിക്കണം എന്നുണ്ടായിരുന്നു, കുറെ ട്രൈ ചെയ്തു, കിട്ടി. താങ്ക് യു. കീപ് ഡൂയിങ് ദ ഗ്രേറ്റ് വർക്ക്. ഓക്കെ, എന്തെല്ലാം കാണാം. दिन दिन अकबर दिन का हूँ अकबर